വെൽക്കം ടു സ്റ്റാർജം വിത്ത് ചിത്തു. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പേഴ്സണലി എൻ്റെ ജീവിതത്തിൽ ആദ്യമായി നേരിട്ട് കണ്ട ആക്ടറാണ് ഇന്നത്തെ എൻ്റെ ഗസ്റ്റ്. ഇൻ ദ ഹോട്ട്സ്പോട്ട് വിത്ത് മീ ഇസ് ദി എവർഗ്രീൻ ആക്ടർ കുഞ്ചാക്കോ ബോബൻ, നമ്മുടെ എല്ലാം ചാക്കോച്ചൻ. വെൽക്കം ടു സ്റ്റാർജം ചാക്കോച്ച. താങ്ക് യു. ആദ്യം തന്നെ പുതിയ സിനിമയുടെ പേര് ഒന്നൊറ്റ ശ്വാസത്തിൽ അക്ഷരസ്ഫുടതയോടെ ഒന്ന് പറയാമോ? കേട്ടു, ഒന്നുകൂടെ ഓർക്കാൻ. കോൾഡാണോ? 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു കേട്ടില്ല. സത്യം എനിക്ക് പേരറിയാൻ വേണ്ടിയാ കറക്റ്റായിട്ട്. ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആക്ച്വലി ഞാൻ ഇന്നലെ ക്വസ്റ്റ്യൻസ് എഴുതുമ്പം ഇത് ഞാൻ LL7K ഷോർട്ട് ഫോം എഴുതണമായിരുന്നു. കാരണം ഐ കുഡന്റ് അണ്ടർസ്റ്റാൻഡ് ശരിക്കും പറഞ്ഞാൽ ഈ പേരിൻ്റെ ഇത്. ഇത്രയും കടിച്ചാൽ പൊട്ടാത്ത പേര് ഡയറക്ടർ അനിൽ ഇടുന്നത് മാർക്കറ്റിംഗ് ഗിമ്മിക്സ് ആണോ? അല്ലല്ല, പുള്ളിയുടെ സിനിമകൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. ഇപ്പം നോർത്ത് 24 കാതമാണെങ്കിലും സപ്തമശ്രീ തസ്കരാഹ ആണെങ്കിലും ലോർഡ് ലിവിങ്സ്റ്റൺ ആണെങ്കിലും സിനിമയുടെ കഥയോട് ചേർന്ന് നിൽക്കുന്ന ടൈറ്റിലുകളാണ് എല്ലാം. അതെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഫാക്ടറിന് വേണ്ടി മാത്രം എന്ന് നമുക്കതിനെ സൈഡ് ലൈൻ ചെയ്യാൻ പറ്റില്ല. അത് കഥയോട് ചേർന്ന് നടക്കുന്ന പേരുകൾ തന്നെയാണ് ഇതെല്ലാം. ആക്ച്വലി സോ ടെൽ മീ വാട്ട് ഈസ് കണ്ടി ഓർ 7000 കണ്ടി? കണ്ടി ഈസ് എ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. നമ്മൾ സ്ഥലം അളക്കുന്നതിൻ്റെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് കണ്ടി. എനിക്ക് തോന്നുന്നു ഒരു കണ്ടി എന്ന് പറയുന്നത് ഏകദേശം 64.4 ഏക്കർ സംതിങ് ആണെന്നാണ് അനിൽ രാധാകൃഷ്ണൻ മേനോൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. 7000 കണ്ടി. ലോർഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു കാടാണ്, ഒരു പണ്ടുകാലത്ത് ഒരു എസ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ലീസിന് എടുത്തിരുന്ന ഒരു കാടായിരുന്നു, ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ളൊരു കഥയും കാര്യങ്ങളും ചെറിയൊരു ഫാൻറ്റസിയും എന്നാൽ ഔട്ട് ആൻഡ് ഔട്ട് റിയലിസത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നൊരു സിനിമയാണ്. ഫസ്റ്റ് ടൈം ഇത് പോസ്റ്റർ റിലീസ് ചെയ്തപ്പം ഇതിനകത്ത് റീനു മാത്യൂസ്, ചാക്കോച്ചന്, പിന്നെ നെടുമുടി വേണു, സണ്ണി വെയിൻ, ഇവരുടെ എല്ലാവരുടെയും ഔട്ട്ലുക്ക് തന്നെ ഒരു കൺഫ്യൂസിങ് ഔട്ട്ലുക്കിലായിരുന്നു ആ പോസ്റ്റർ കണ്ടിരുന്നത്. ആക്ച്വലി എല്ലാവരും വണ്ടർ അടിച്ചു, അല്ല ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ചിലപ്പം നമ്മൾ ഫോറിൻ നാഷണൽ ജോഗ്രഫിക് അല്ലെങ്കിൽ ആനിമൽ പ്ലാനറ്റ് അങ്ങനത്തെ പല പല ചാനലുകളിൽ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ പ്രോഗ്രാംസിൽ കണ്ടിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രതിച്ഛായ നമുക്ക് ഇതിൽ ക്യാരക്ടേഴ്സിൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് മലയാള സിനിമയിൽ എന്തായാലും ആ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് മലയാള സിനിമയിൽ അവതരിപ്പിക്കുന്ന അഡ്വഞ്ചർ റിയലിസം, അങ്ങനത്തെ സർവൈവലിസ്റ്റ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഇപ്പം റീനുവിൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചിലപ്പോൾ കണ്ട് അല്ലെങ്കിൽ കേട്ട് പരിചയം പോലും ഇല്ലാത്ത ക്യാരക്ടറായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു ആളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കഥയുടെ ഒരു ഫസ്റ്റ് തോട്ട് ആ ഒരു ക്യാരക്ടറിനെ, റിയൽ ലൈഫ് ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് തുടങ്ങിയത് തന്നെ. പിന്നെ ചെമ്പൻ്റെ ക്യാരക്ടർ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ചെമ്പൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ, ഒരു പ്രൊഫസറാണ്. പക്ഷേ പുള്ളി സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഒരു പ്രത്യേക സീരിയസ് ക്യാരക്ടറാണ്. പക്ഷേ ഒരു ഫൺ അതിലുണ്ട്, അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു ഫൺ ഫാക്ടർ അതിലുണ്ട്. പക്ഷെ അത് ഒരു തമാശയ്ക്ക് വേണ്ടി ഒരു തമാശ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് എന്തായാലും ഈ സിനിമയിലുണ്ട് എല്ലാ അർത്ഥത്തിലും. ചാക്കോച്ചൻ്റെ റോൾ എന്താണ്? എൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു സർവൈവലിസ്റ്റാണ്. നേച്ചറിനോട് ചേർന്ന് അല്ലെങ്കിൽ നേച്ചറിൻ്റെ ഏറ്റവും വൈൽഡായിട്ടുള്ള ഏരിയകളിലൊക്കെ പോയി സർവൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു സൗണ്ട് എഞ്ചിനീയറാണ്, ഒരു നേച്ചർ ലവറും കൂടിയാണ്, ഒരു അഡ്വഞ്ചറിസ്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ എല്ലാം കൂടെ ഉള്ളൊരു പക്ക ഒരു കാട്ടു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കാടിന് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. കേരളത്തിൽ കാടുകളില്ലാത്തൊരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. അതുകൊണ്ട് തന്നെ കാടിനോട് ഒരു വലിയൊരു സ്നേഹമുണ്ട്. ഇതിന് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ അപ്പോൾ എവിടെയായിരുന്നു എക്സാക്ട്ലി? ഇവര് ഷൂട്ടിംഗ് തുടങ്ങിയിട്ടൊരു 10-30 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ശാന്തൻപാറ എന്ന സ്ഥലത്ത് ആ കാട്ടിലാണ് ഞാൻ വന്നുള്ളത്. അവരതിനു മുമ്പ് വയനാട്, പിന്നെ മധുരപ്പള്ളി അവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ശാന്തൻപാറയിൽ ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ടും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്.
ഇതിന്റെ സെറ്റിനെ കുറിച്ച് ഞാൻ കേട്ടായിരുന്നു, മലയാള സിനിമയിൽ ഇതുവരെയും കാണാത്ത ടൈപ്പ് ഒരു സെറ്റാണെന്നുള്ളത്. അതിന് എന്താ വിശേഷം, പ്രത്യേകത? ചിലപ്പോൾ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ചില സ്വപ്നങ്ങൾ കാണും. ഇപ്പം കാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാട്ടിലുള്ള ആൾക്കാരുടെ ഒരു ഗ്രാമം എങ്ങനെയായിരിക്കും. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു സമയത്ത് കുറേ നാളുകൾക്ക് ശേഷം ആ ഒരു ഗ്രാമത്തിലേക്ക് വന്ന് നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ സ്വപ്നത്തിൽ കണ്ടിരുന്ന ഒരു സ്ഥലത്തോട്ട് നമ്മൾ റിയലായിട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ. വി ആർ അഗെയിൻ ടേക്കൺ ബാക്ക് ടു അവർ ചൈൽഡ്ഹുഡ് ഡേയ്സ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് അല്ലെങ്കിൽ ഡ്രീംസ് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ബേസിക്കലി ലോർഡ് ലിവിങ്സ്റ്റണിലെ സെറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്തെ ഈ സെറ്റ് വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളും എല്ലാം ഈ ഷൂട്ടിംഗ് ലൊക്കേഷന് ക്ലൈമറ്റ് ഡിഫിക്കൽട്ടീസ് എപ്പോഴും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു നിങ്ങൾക്ക് ഷൂട്ടിങ്ങിൻ്റെ ടൈമിൽ? മഴ എല്ലാ സമയങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. തണുപ്പ്, മഞ്ഞ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പാമ്പ്, അട്ട മുതലായ ഐറ്റംസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരു രീതിയിലും ആൾക്കാരുടെ ഒരു എന്തൂസിയാസം അല്ലെങ്കിൽ അവരുടെ ഒരു ഡെഡിക്കേഷൻ അതിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം എല്ലാവർക്കും എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു. ആർട്ടാണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ടെക്നിക്കൽ ക്രൂ, അവരുടെ സിനിമ, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, മ്യൂസിക്, സൗണ്ട്, CG എല്ലാവർക്കും എന്തെങ്കിലും രീതിയിൽ പുതുതായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് സിനിമയ്ക്കുണ്ട്. ഈ ഏരിയാസ് ഒക്കെ ആക്സസിബിൾ ഏരിയാസ് ആയിരുന്നു ഫോറസ്റ്റിന്റെ, അതായത് എളുപ്പം പറ്റുന്നൊക്കെ? റോഡ് എന്ന് പറയുന്ന സംഭവമില്ല. പിന്നെ നമുക്ക് കുറച്ച് ദൂരം ജീപ്പിലാണ് യാത്ര ചെയ്യാൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങി നടന്ന് മാത്രമേ നമുക്ക് ഈ സെറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ജീപ്പിൽ യാത്ര ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്കിപ്പ് ചെയ്തു. ഞാൻ ഈ ഫിലിപ്പോസ് ജോൺ വർക്ക് ചെയ്താതെ അറ്റയറിൽ ഒന്നെങ്കിൽ ഒരു കാലം കൂടെ അല്ലെങ്കിൽ ഒരു വടിയോ കുത്തി ഞാൻ നടക്കും. എത്ര നേരം എടുക്കും അവിടെ എത്താൻ? ഒരു 1 way ഓൾമോസ്റ്റ് ഒരു 40 minutes. എന്നിട്ട് എത്തിയിട്ട് പിന്നെ ഷൂട്ട് ചെയ്യും? മൈ ഗോഡ്, സമ്മതിച്ചായിരുന്നു. പക്ഷേ അത് ഒരിക്കലും ഒരു ക്ഷീണമായിട്ട് തോന്നിയിട്ടില്ല. കാരണം അത് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. കാരണം നമ്മൾ മിക്കവാറും സിറ്റിയിലും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ്. ഇതിൽ ഇവിടുത്തെ ഒരു ഫ്രഷ് എയർ, ഒരു ആംബിയൻസ്, ഒരു എന്താ പറയുക, നമ്മൾ ഇതുവരെ കാണാത്ത ഇറ്റ് വാസ് കൂൾ. ഐ വാസ് ചിൽഡ് ഔട്ട്. ബാക്കി ക്രൂ ഒക്കെ എന്ന് വെച്ചാൽ ഒരു പെക്യുലർ ക്രൂ ആണ്. എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ ഒരു പെക്യുലർ ക്രൂ ആണ്. ആ കാരണത്താൽ ഒത്തിരി കോമഡി എക്സ്പീരിയൻസ് ഉണ്ടായി കാണും ഐ എം ഗെസ്സിങ്. അതും ഒരു ഫോറസ്റ്റും കൂടെ ആണല്ലോ. ഇറ്റ് വാസ് ഫൺ. ഇതിൽ ബേസിക്കലി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടില്ലായിരുന്നു. അതൊരു ഗുണമാണോ ദോഷമാണോ? വലിയൊരു ഗുണമായിരുന്നു. കാരണം മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പം അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും താഴോട്ട് നോക്കി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ആ ഒരു അവസ്ഥ എന്ന് പറയുന്ന സംഭവമില്ല കൂടുതലും. ഇവിടെ ആൾക്കാർ വി ആർ ഓൾവേസ് അറൗണ്ട്. അപ്പം ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളാണെങ്കിൽ, നമുക്ക് ഷോട്ട് ഇല്ലാത്ത സമയങ്ങളാണെങ്കിൽ പോലും നമ്മളവിടെ കൂടെ നിൽക്കും. എന്തെങ്കിലുമൊക്കെ തമാശ പറയും, കളിയാക്കും, മേക്കിംഗ് ഫൺ. മല കയറുന്നതിന് മുമ്പ് മെസ്സേജ് വന്നു, പ്രിയ ഞാൻ മല കയറാൻ പോവാ, എന്നെ ഇനി 2 മണിക്കൂറത്തേക്ക് പ്രതീക്ഷിക്കണ്ട. ഏറ്റവും വലിയ ഗുണം അതല്ലേ, ഭാര്യയായിട്ടൊരു കോൺടാക്ട്. പൊട്ടിത്തെറികളൊന്നും ഇല്ലായിരുന്നല്ലോ പ്രത്യേകിച്ച്. ചവിട്ടിക്കൂട്ട് പ്രതീക്ഷിക്കുക, വേറൊന്നുമില്ല. ഇപ്പം യു ഹാവ് ആക്ടഡ് ഇൻ അബൌട്ട് 60 മൂവീസ്. 18 വർഷത്തെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ട്. സ്റ്റിൽ യു ആർ എ യങ് ഹീറോ. ഇതെങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ഹാൻസം ആയിട്ട് എപ്പോഴും ഇരിക്കാനൊക്കെ? അത് ശരിക്കും സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ഒരു ഗുണം അതാണ്. കാരണം ഓരോ ദിവസവും നമ്മൾ ചിലപ്പോൾ ഓരോ പുതിയ കഥാപാത്രങ്ങളാണ്, പുതിയ സാഹചര്യങ്ങളാണ്, പുതിയ ആൾക്കാരെ കാണുന്നു. ഒരു ദിവസം ഞാൻ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ചിലപ്പോൾ താഴെ പശുവിനെ കറക്കുകയായിരിക്കും. ഒരു ദിവസം ഞാൻ ആലപ്പുഴ കുട്ടനാട്ടിലെ ചെളിവെള്ളത്തിൽ വള്ളം തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറൊരു ദിവസം ഞാൻ സ്പെയിനിൽ ഒരു സുന്ദരി മാതാമയോട് ഡാൻസ് ചെയ്യുകയായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഈസ് എ സ്പൈസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പോലെ ഈ ഒരു വെറൈറ്റി ആയിരിക്കാം നമ്മളെ എവർ പ്രസന്റ് ഒരു യൂത്ത്ഫുൾ ആയിട്ട് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കാരണം പണ്ട് തന്നെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പം കഷണ്ടി തലയെന്ന് കളിയാക്കി വിളിച്ചിരുന്ന പല ചേട്ടന്മാരെയും ഇപ്പം ഞാൻ തിരിച്ച് മൊട്ടത്തല വിളിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട്. ശരിക്കും അവരും ചോദിക്കാറുണ്ട്, ഇവിടെ നിന്റെ മുടി ഇതുവരെ കൊഴിഞ്ഞില്ല, ഇത് എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്, ഇറ്റ് ഹാസ് ബീൻ ലൈക്ക് ദാറ്റ്. ഞാൻ ബോദർ ചെയ്യാറില്ല അതിനെപ്പറ്റി, അങ്ങനെ കൂടുതൽ ഞാൻ ബോദർ ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു പക്ഷേ ഈ സിനിമയിൽ വന്നതിൻ്റെ ഒരു ഗുണങ്ങളിൽ ഒന്ന് ഇതാണ്, ഈ പറയുന്ന പോലെ പുതിയ സാഹചര്യങ്ങൾ, പുതിയ നായികമാർ, പുതിയ അന്യത്തി പ്രാവ് തൊട്ട് യു ഹാവ് ബീൻ ടാഗ്ഡ് ഒരു ചോക്ലേറ്റ് ഹീറോ എന്ന്
ബട്ട് ഇപ്പം യു ആർ ഡൂയിങ് മോർ ഓഫ് കോമഡി ആൻഡ് ഈവൻ നെഗറ്റീവ് റോൾസ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അതൊരു ആ ടൈപ്പ് കാസ്റ്റിംഗ് മാറാൻ വേണ്ടിയുള്ള ശ്രമമാണോ, അതോ ഞാനൊരു വേഴ്സറ്റൈൽ ആക്ടർ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണോ? ഇറ്റ്സ് നത്തിങ് ടു പ്രൂവ് ദാറ്റ് ഐ എം എ വെർസറ്റൈൽ ആക്ടർ, അങ്ങനെയൊന്നുമല്ല. ഒരു കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ടുള്ള ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വി ഗെറ്റ് എക്സോസ്റ്റഡ് അല്ലെങ്കിൽ ബേൺ ഔട്ട് ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വെറൈറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ടുള്ള ഒരു യാത്ര നമുക്ക് കുറച്ചുകൂടെ ഒരു എനർജറ്റിക് ആയിട്ട് പോകാൻ പറ്റുന്നത്. അപ്പം മനഃപൂർവ്വമായിട്ടുള്ളൊരു ശ്രമം തന്നെയാണ് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ചെയ്യുക, വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് ഉള്ള സിനിമകൾ അഭിനയിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ദൈവം സഹായിച്ച് അങ്ങനെ ചെയ്ത കഥാപാത്രങ്ങൾ വിജയിക്കുന്നു, സിനിമകൾ വിജയിക്കുന്നു.